9 വർഷമായി 10ാം വാർഷികാഘോഷങ്ങളിലേക്ക് കടക്കുന്ന നമ്മുടെ കേരള സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങളാണോ കോട്ടങ്ങളാണോ ജനങ്ങളെ ഇന്ന് വരെ സ്വാധീനിച്ചിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ചെറിയ അന്വേഷണം മാത്രമാണ് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. എന്തായാലും കുറേ അധികം കാര്യങ്ങളെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഒരു ജനാധിപത്യ സംവിധാനം, സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യേണ്ടാത്ത കാര്യങ്ങളും എന്തെല്ലാമാണെന്ന് അക്കമിട്ട് ഞാനിവിടെ പറയാം. നിങ്ങളുടെ വിയോജിപ്പുകൾ നിങ്ങൾക്ക് രേഖപ്പെടുത്താം, അതേപോലെ തന്നെ യോജിപ്പുകളും കമൻറ്റുകളായി നിങ്ങൾക്ക് അറിയിക്കാം. എന്തായാലും ഏറ്റവും ആദ്യം തന്നെ നമ്മൾ പറയേണ്ടത് ഒരു ഊർജ മേഖലയാണല്ലേ. തീർച്ചയായിട്ടും കറണ്ട് നമ്മളിപ്പോൾ കൂടുതലായിട്ടും ആശ്രയിക്കുന്ന ജലവൈദ്യുത പദ്ധതികൾ ധാരാളമുള്ള കേരളത്തിൻ്റെ ഒരു ഊർജ മേഖല, കറണ്ട് ബില്ലിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? വളരെ വലിയ വർധനവാണ് സംഭവിച്ചിരിക്കുന്നത്. പോയിന്റുകൾ മാത്രം പറഞ്ഞു പോവുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ കറണ്ട് ബില്ലിൽ വളരെ വലിയ വർധനവ് സംഭവിച്ചു ഈ ഒരു 10 വർഷ കാലയളവിൽ. അതേപോലെ തന്നെ പെട്രോളിൻ്റെ സെസ് വളരെയധികം വ്യത്യാസം വന്നു അല്ലേ. നേരത്തെ ഉണ്ടായിരുന്ന സെസ്സിൽ നിന്ന് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റാണ് പെട്രോളിയത്തിൻ്റെ വില നിശ്ചയിക്കുന്നത് എങ്കിൽ കൂടി ഇവിടെ കേരളത്തിൽ ഇതിൻ്റെ നികുതികൾ പല തരത്തിൽ കൂട്ടി ജനങ്ങളുടെ ജീവിതത്തിൻ്റെ ആ ഒരു ദുരിതം വർദ്ധിപ്പിക്കുന്നതിൽ ഈ ഒരു സർക്കാരിനുള്ള പങ്ക് അത് വളരെ വലുതാണ്. മുൻ സർക്കാരുകൾ ചെയ്ത കൂടിയ നികുതി അത് ഒഴിവാക്കുക, അല്ലെങ്കിൽ കൂടിയ പെട്രോളിയത്തിൻ്റെ വില അതിൻ്റെ നികുതി ഒഴിവാക്കിക്കൊണ്ട് ജനങ്ങൾക്ക് ആശ്വാസം നൽകിയിരുന്നു. എന്നാൽ ഇവിടെ അത് സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഭരണകാലത്ത് കാണാനാവുക. അതേപോലെ തന്നെ വീട്ടുകരം വികസിപ്പിച്ചു. വീടുകൾക്ക് തീർച്ചയായിട്ടും സാധാരണഗതിയിൽ തൊഴിലില്ലായ്മ കൊണ്ടും വളരെയേറെ പ്രശ്നങ്ങളിലൂടെയും മാനസികമായും സാമ്പത്തികമായും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മിഡിൽ ക്ലാസ്സിന് തൊട്ട് താഴെ കിടക്കുന്ന ജനങ്ങളെപ്പോലും വരിഞ്ഞു മുറുക്കുന്ന ഒന്നായി മാറി നമ്മുടെ വീട്ടുകരങ്ങൾ അല്ലേ. വീടുകൾക്ക് മുകളിലുള്ള നികുതി, അതാണ് സംഭവം. അപ്പോൾ വീട്ടുകരം വളരെയേറെ വികസിച്ചു, ആ തരത്തിൽ വളരെയേറെ വികസനമുണ്ടായി എന്നുള്ളതാണ്. അതേപോലെ തന്നെ കുടിവെള്ളം ഇന്നും പലയിടത്തും കിട്ടാക്കനിയാണ്, അല്ലെങ്കിൽ ഇതൊന്നും പ്രോപ്പറായി മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. മെയിൻറ്റെയിൻ ചെയ്യുന്ന ഭാഗങ്ങളിൽ തന്നെ ഇതിനുള്ള ഈ പറയുന്ന പല തരത്തിൽ വിലവർധനവ് ഇതിൻ്റെ മാനദണ്ഡം എന്താണെന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന തരത്തിൽ, അതായത് നിലവിൽ 10 രൂപയുണ്ടെങ്കിൽ അത് 100ഉം 150ഉമായിട്ടാണ് ഈ ഒരു വെള്ളക്കരം കൂട്ടിയിരിക്കുന്നത്. എന്തായാലും വീട് പണിയാൻ പോകുന്നവരുടെ ദുരിതകാലം എന്നല്ലാതെ എന്ത് പറയാൻ. കാരണം വെറും 50 രൂപയും 150 രൂപയും ഉണ്ടായിരുന്ന പെർമിറ്റുകളുടെ ഫീസ്